sorry ass DJ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ തായ്ലൻഡിലെ സെക്കൻഡ് ഡേ ആണ്. അന്ന് നമ്മൾ നൈറ്റ് ക്ലബ്ബൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് തായ്ലൻഡിലെ നൈറ്റ് ക്ലബ്ബുകൾ. അപ്പോൾ അതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ പകർത്തിയതിന് ശേഷം ഞങ്ങൾ പോയത് പിന്നീട് ഫുഡ് സ്ട്രീറ്റിലാണ്. അവിടെ വെറൈറ്റി ആയിട്ടുള്ള ക്രോക്കഡൈലിൻ്റെ ഗ്രിൽഡ് ഇറച്ചി ഉണ്ടായിരുന്നു. അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ പോയത്. പക്ഷേ എനിക്ക് താല്പര്യമില്ല കേട്ടോ. അവിടെ ഗ്രിൽഡ് വെറൈറ്റി ആയിട്ട് മുതലയുടെ ഇറച്ചി ഗ്രിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, തല ഉൾപ്പെടെ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു വല്ലാത്ത വൊമിറ്റിങ് പോലും വന്നു. കൂടെ ഉള്ളവർക്ക് അത് ടേസ്റ്റ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ അവർ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ പോയത്. ധാരാളം ആൾക്കാർ വന്ന് മുതലയുടെ ഇറച്ചി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവർ തിന്നിട്ട് എന്നോട് പറഞ്ഞത് നല്ല ഉഗ്രൻ ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്കെന്തോ അത് കാണുമ്പോൾ തന്നെ ഒരു വൊമിറ്റിങ് പോലെ തോന്നി. അതുകൊണ്ട് ഞാൻ വാങ്ങി കഴിച്ചില്ല. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ അത് വാങ്ങി കഴിച്ചു. പിന്നീട് അവിടെ ഉള്ളിലോട്ട് ധാരാളം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ ചക്കകൾ, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള പല പല പിന്നെ സ്നാക്സുകൾ, അങ്ങനെ പല ഫുഡ് ഐറ്റംസും ഉണ്ട്. ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് സ്ട്രീറ്റിൽ തന്നെ ഉള്ളിൽ ഒരു കോക്ടെയിലിൻ്റെ വണ്ടിയുണ്ട്. കോക്ടെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള മദ്യക്കുപ്പികൾ നിരത്തി വെച്ചിട്ട് അവർ കോക്ടെയിൽ വെറൈറ്റി പഴച്ചാറിൻ്റെ അകത്ത് നമുക്ക് കോക്ടെയിൽ പ്രിപ്പയർ ചെയ്ത് തരും. അപ്പോൾ അത് കുടിക്കുന്നതിന് വേണ്ടി എൻ്റെ ഫ്രണ്ട്സ് പോയി, ഞാനും അവരുടെ കൂടെ പോയി. ഞാനത് കുടിച്ചില്ല. അവർ പോയിട്ട് അത് വാങ്ങി അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എനിക്കിത് കോക്ടെയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് കാണാൻ വളരെ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു വെറൈറ്റി രീതിയിലാണ് ആ കോക്ടെയിൽ ഉണ്ടാക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് അവരാ പ്രിപ്പയർ ചെയ്യുന്നത് കാണാം. അതുകൊണ്ട് ഞാൻ നേരെ ആ കോക്ടെയിലിൻ്റെ വണ്ടിയുടെ അടുത്ത് പോയി. നമ്മുടെ നാട്ടിൽ കാണുന്ന വാനുണ്ട്, പണ്ട് സ്കൂൾ പിള്ളേരെ കൊണ്ടുവന്ന വാനുണ്ട്. ആ വാനിനെ അവർ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് ഈ കോക്ടെയിൽ ഉണ്ടാക്കുന്നത്. അപ്പം ധാരാളം ആൾക്കാർ വന്ന് കോക്ടെയിൽ വാങ്ങി ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന പോലെ ഒരുപാട് ഡിഫറെൻറ്റ് പ്രൈസിലുള്ള കോക്ടെയിലുകളാണ് അവിടെ ഉള്ള. ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മദ്യക്കുപ്പികളുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് പ്രൈസാണ് കോക്ടെയിലിന്. അപ്പം ഒരുപാട് ആൾക്കാർ, കൂടുതലും വിദേശികളാണ് വന്ന് വാങ്ങി കുടിക്കുന്നത്. അവിടെയുള്ള ആൾക്കാരും അത് വാങ്ങി കുടിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ കോക്ടെയിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നും. ഞാൻ സത്യം പറഞ്ഞ് ഇതിനു മുന്നേ കോക്ടെയിൽ പ്രിപ്പയർ ചെയ്യുന്നതും കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ഇതിനു മുന്നേ ഇതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ ആ കോക്ടെയിൽ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കി കുറേ നേരം നിന്നു. അതിൻ്റെ കുറേ വീഡിയോ എടുത്തു. അവൻ അത് പ്രിപ്പയർ ചെയ്യുന്ന ലാസ്റ്റ് വരെയുള്ള വീഡിയോ അവിടെ നിന്നെടുത്ത്. എങ്ങനെയാണ് അത് പ്രിപ്പയർ, കാരണം വെച്ചാൽ നമ്മൾ പണ്ട് കുലുക്കി സർബത്ത് പോലുള്ള പരിപാടികളെ കണ്ടിട്ടുള്ളൂ. കുലുക്കി സർബത്തിൻ്റെ അകത്ത് നമ്മളിങ്ങനെ പൊക്കിയിട്ടടിക്കുന്നതും, അതായത് നമ്മുടെ ഗ്ലാസിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ കുലുക്കിയിട്ട്, അതേപോലെ ഉള്ളൊരു സംഭവം പോലെ ഞാൻ തോന്നി ഇവൻ. അതുപോലെ ഇങ്ങനെ ഗ്ലാസ്സിലിട്ട് അടിക്കുന്ന പോലെയൊക്കെ തോന്നിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഐസൊക്കെ ഇട്ടതിന് ശേഷമാണ് അവർ കോക്ടെയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ധാരാളം ആൾക്കാർ അതിനുവേണ്ടി ആവശ്യക്കാരുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിലൊക്കെ ഇത് പരസ്യമായിട്ട് ഇങ്ങനെ മദ്യക്കുപ്പികൾ നിരത്തി വെച്ച് നമ്മൾ എക്സൈസുകാർ വന്ന് എപ്പം കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ, പക്ഷേ ഇവിടെ അതൊക്കെ ലീഗലാണ്. നമ്മുടെ നാട്ടിലെ പോലെ ഇല്ലീഗലല്ല. അവിടെ എല്ലാം ലീഗലാണ്. ആർക്കും ഒരു പ്രശ്നവുമില്ല. ആവശ്യമുള്ളവർക്കെല്ലാം വന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്യുകയോ അവിടെ നിന്ന് കഴിക്കുകയോ എവിടെ നിന്ന് വേണേലും കഴിക്കുക. അവിടെ ഒന്നും അവിടെ പ്രശ്നമില്ല. അതിനുശേഷം അവൻ നമ്മുടെ നാട്ടിൽ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന പോലെ നല്ല ശക്തിയായിട്ടാണ് അവർ ഇതിങ്ങനെ കുലുക്കുന്നത്. കാരണം വെച്ചാൽ അവർ എസൻസാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് കൂടുതൽ എസൻസാണ് യൂസ് ചെയ്തിട്ടാണ് കോക്ടെയിൽ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നിട്ട് വലിയൊരു ജാറിലോട്ട് ഒഴിച്ചാണ് ഇത്. എത്ര പേർക്കുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ജാറിൻ്റെ അകത്തോട്ട് ഒഴിച്ച് അത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു മദ്യം എടുത്ത് അതിൻ്റെ ഒന്ന് തളിച്ച് കാണിക്കും. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിനുശേഷം അവൻ അതിൻ്റെ അകത്തൊരു നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് വളരെ സെറ്റപ്പായിട്ട് രീതിയിലാണ് കൊടുക്കുന്നത്. നാരങ്ങയൊക്കെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് വളരെ സെറ്റപ്പ് രീതിയിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് വലിയ ഈർക്കൽ പോലുള്ള, നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ സ്ട്രോ അല്ല, ഇത് വലിയ കമ്പ് മാതിരിയുള്ള വലിയ സ്ട്രോ ഇട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ തന്നെ അവനോട് ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അവന് ഇതെങ്ങനെ പ്രിപ്പയർ എന്ത് വെച്ചാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ഇംഗ്ലീഷിൽ ചോദിച്ചു അവന്. പക്ഷേ ഇംഗ്ലീഷൊന്നും അറിയത്തില്ല. ഈ തായ്ലൻഡിലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഇംഗ്ലീഷ് നല്ലോണം വശമില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ കാണുന്ന ഇത്രയും പേര് എൻ്റെ ഫ്രണ്ട്സായിരുന്നു തായ്ലൻഡിലെ കേട്ടോ. ഇവരൊക്കെ വളരെ നല്ല വൈബും നല്ല രസമുള്ള ആൾക്കാരാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ പോയത് കോറൽ ഐലൻഡിലേക്കാണ്. കോറൽ ഐലൻഡിലേക്ക് പോകുന്ന വഴിയാണിത്.
റോഡൊക്കെ കാണാൻ നല്ല നീറ്റാണ്. നമ്മുടെ നാട്ടിലെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പെയിന്റിന്റെ ബിസിനസ് ആയതുകൊണ്ട് ഞാൻ നോക്കിയത് ഒരു ജോട്ടന്റെ പെയിന്റ് കട കണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പെയിന്റിന്റെ ബിസിനസ് ആയതുകൊണ്ട് ഞാൻ അത് നോക്കി. നേരെ ഈ ബീച്ചിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം എല്ലാവരും ക്യൂ ആയിട്ടാണ് നേരെ നമ്മൾ കോറൽ ഐലൻഡിൽ പോകാൻ വേണ്ടി പോകേണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി വന്നേ. പോകുന്ന വഴിക്കൊക്കെ വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ദേ ഇതാണ് വലിയൊരു ഗ്രൗണ്ടാണ് ഇവിടെ. ഇവിടെ ധാരാളം ആൾക്കാരുണ്ട്. ചെരുപ്പ് വിൽക്കുന്നവരും അതേപോലെ ടീഷർട്ട് പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് വിൽക്കുന്നവരെ കാണാം. അതേപോലെ നമുക്ക് അവിടെയെങ്കിലും വലിയൊരു വ്യൂ എന്ന് പറഞ്ഞാൽ പട്ടായ സിറ്റി എന്നുള്ള വ്യൂ ആണ്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാം പട്ടായ സിറ്റി എന്നിങ്ങനെ എഴുതി വെച്ചേക്കുന്നതായിട്ട് വലിയൊരു വ്യൂ. ഇവിടെ നമ്മൾ നമ്മുടെ ഗൈഡ് ആണെങ്കിൽ നമ്മൾ നേരെ കൊണ്ടുപോയത് കോറൽ ഐലൻഡിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മളെ നേരെ കൊണ്ടുപോവാണ്. നേരെ അവിടെ നമ്മളെ ബോട്ട് കിടപ്പുണ്ട്, ബോട്ട് തയ്യാറായി കിടപ്പുണ്ട്. അപ്പം അവിടെ വലിയ വലിയ ബിൽഡിങ്ങും ഒക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ബീച്ചിൻ്റെ വ്യൂ കാണാം. ധാരാളം കപ്പലുകളും ബോട്ടുകളും ഒക്കെ കിടപ്പുണ്ട്. അവിടെ നല്ല യാച്ചൊക്കെ കിടപ്പുണ്ട്. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വ്യൂ ആണ്. ഈ പാലം കയറിയിട്ട് വേണം നമുക്ക് നേരെ നമ്മുടെ യാച്ചി കയറിയിട്ട് വേണം നേരെ നമുക്ക് നമ്മുടെ ആ സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി. അവിടെ ആണെങ്കിൽ അണ്ടർ സീ വാട്ടറും ഉണ്ട് നമുക്ക്. പിന്നെ അതേപോലെ പിന്നെ പാരാഗ്ലൈഡിങ്ങും ആ ഉള്ളത്. ഇതിന് രണ്ടും കൂടെ ഒരു കോംബോ ഓഫറായിട്ടാണ് അവർ കൊടുക്കുന്നത്. രണ്ടിനൂടെ ചേർത്തിട്ട് 2500 ബാത്താണ് അവർ വാങ്ങുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് 2ാമത്തെ തവണയാണ് ഞാൻ തായ്ലൻഡ് ട്രിപ്പ് പോകുന്നത്. അത് കാരണം ഞാൻ ഇത് രണ്ടിൻ്റെയും ഓഫർ എടുത്തിട്ടില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇത് രണ്ടിലും കയറിയിട്ടുള്ളതാണ്. അപ്പം എന്തായാലും അത് ചിത്രീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ പോയത്. കാരണം എൻ്റെ ഫ്രണ്ട്സ് അതിൻ്റെ അകത്ത് കയറുന്നുണ്ടായിരുന്നു. ഇതേപോലെ ക്യൂ നിന്നിട്ട് വേണം. നമ്മുടെ വെള്ളത്തിൻ്റെ അകത്തൊരു ഇതുപോലെ പൊങ്ങി കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഇറങ്ങി അപ്പം ബോട്ട് അതിനോട് ചേർത്തടുപ്പിക്കും. എന്നിട്ട് വേണം. ഇതാണ് നമ്മുടെ ഗൈഡ്. അങ്കിതയെന്നായിരുന്നു പുള്ളിക്കാരിയുടെ പേര്. നമ്മുടെ തായ്ലൻഡിലെ ഗൈഡായിരുന്നു പുള്ളിക്കാരി. അപ്പം നമുക്ക് പോകാനുള്ള യാച്ച് വന്നിട്ടുണ്ട്. ഇതിൽ കയറി വേണം നേരെ ഈ പാരാഗ്ലൈഡിങ്ങും അതേപോലെ അണ്ടർ സീ വാട്ടറും ഉള്ള സ്ഥലത്ത് പോകാൻ വേണ്ടി. അവിടെ പോകുന്നതിന് വേണ്ടി എല്ലാവരും കയറി. ഇവിടുന്ന് ഏതാണ്ട് ഒരു 15-20 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ. നമുക്ക് ആ പാരാഗ്ലൈഡിങ്ങും അണ്ടർ സീ വാട്ടറും കാണുന്നിടത്ത് പോകുന്നതിന് വേണ്ടി. ആദ്യമേ നമ്മൾ ഇവർ കൊണ്ടുപോകുന്നത് പാരാഗ്ലൈഡിങ്ങിൻ്റെ സ്ഥലത്തേക്ക് ആണ്. നമ്മൾ ആദ്യം ഇവർ നമ്മുടെ യാച്ചിൽ കയറ്റി കൊണ്ടുപോകുന്നത്. പാരാഗ്ലൈഡിങ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ബോട്ടിൽ കയറ്റി നമ്മൾ എവിടെ കൊണ്ടുപോകത്തുള്ളൂ, അണ്ടർ സീ വാട്ടർ കാണുന്നതിന് കൊണ്ടുപോകത്തുള്ളൂ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു 10-15 മിനിറ്റത്തെ യാത്രയുണ്ട്. അന്നത്തെ ദിവസം നല്ല തിരമാലയായിരുന്നു. അന്ന് ഈ നമ്മൾ പോയ യാച്ചിനെ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് തൂക്കിയടിക്കുന്ന പോലുള്ള ഒരു ഇതായിരുന്നു. അന്നത്തെ ദിവസം ഭയങ്കര വേവായിരുന്നു അന്നത്തെ ദിവസം. അപ്പം അങ്ങനെ നമ്മൾ ഫൈനലി പാരാഗ്ലൈഡിങ് ചെയ്യുന്ന സ്ഥലത്തെത്തി. അവർ കുറേ ഇൻസ്ട്രക്ഷനൊക്കെ തരും നമുക്ക് കേട്ടോ. അവിടെ ഇൻസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ പാരാഗ്ലൈഡിങ് സെക്ഷനിലോട്ട് പോകാൻ വേണ്ടി. അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ കുറേ ആൾക്കാരെ നിരത്തി ഇരുത്തും അവരാദ്യമേ. അപ്പോൾ ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ട് ഇരുത്തിയത് ഇതേപോലെ പറഞ്ഞു കൊടുക്കും എങ്ങനെയാണെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതാണ് പാരാഗ്ലൈഡിങ്. നമ്മൾ പാരച്യൂട്ട് കയറ്റി ബെൽറ്റിട്ട് മുറുക്കിയതിന് ശേഷം നേരെ ഒരു ബോട്ടിൻ്റെ അകത്ത് വലിച്ചുകൊണ്ട് പോകും. നല്ല ഉയർത്തി വലിച്ചുകൊണ്ട്. കാരണം ചിലർക്കാണെങ്കിൽ തലചുറ്റിലൊക്കെ വരാം, ചിലർക്ക് അതൊന്നും പ്രശ്നം കാണത്തില്ല. ഇതാണ് പാരാഗ്ലൈഡിങ്ങിൻ്റെ അത്. എൻ്റെ ഫ്രണ്ട് രാജീവ് പുള്ളിയും കയറുന്നുണ്ടായിരുന്നു പാരാഗ്ലൈഡിങ്. അങ്ങനെ ആൾക്കാർ വരിയായിട്ട് നിർത്തി. പെട്ടെന്ന് എനിക്കൊന്നൊരു 10 മിനിറ്റിനുള്ളിൽ ഒരാളെ ഫിനിഷ് ചെയ്ത് അവർ തിരിച്ചു കൊണ്ടുവരും. വലുതായിട്ടൊന്നും അങ്ങനെ ഒരുപാട് നേരമൊന്നും അവർ എടുക്കത്തൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറക്കി കൊണ്ടുവരും, അത്ര മാത്രമേ ഉള്ളൂ. അത് വിചാരിക്കും പാരാഗ്ലൈഡിങ് ഇത്രയും പൈസ കൊണ്ടുവരുന്നില്ലയോ, കുറേ നേരമൊക്കെ അവർ നമ്മളെ ചുറ്റി കാണിക്കുമെന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റത്തെ ഇതേ ഉള്ളൂ. അങ്ങനെ പാരാഗ്ലൈഡിങ്ങിൻ്റെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ക്യൂ നിന്നിട്ട് നമ്മൾ വീണ്ടും കോറൽ ഐലൻഡിലേക്ക് പോകും. ഇനി കോറൽ ഐലൻഡിൽ പോയിട്ട് വേണം, അവിടെ ചെന്നിട്ട് വേണം റെസ്റ്റ് എടുക്കാൻ. അങ്ങനെ അതേ കോറൽ ഐലൻഡിൽ നമ്മുടെ ബീച്ചിൻ്റെ അങ്ങ് വരെ പോകത്തില്ല ബോട്ട്. നമ്മളെ വെള്ളത്തിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന അത്രയും താഴ്ചയുള്ള ആ വെള്ളത്തിൽ നമ്മൾ ഇറക്കി വിട്ട് അങ്ങനെ നേരെ
നമുക്കൊരു അവിടെ ഒരു ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കെല്ലാം വിശ്രമിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ അവിടെ പോയി കുറച്ച് നേരം വിശ്രമിച്ചു. നമുക്ക് കരിക്കിൻ്റെ വെള്ളമൊക്കെ അവർ തന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം വിശ്രമിച്ചതിന് ശേഷം ഞാൻ എന്തായാലും വെള്ളം കണ്ടപ്പോൾ എനിക്കൊന്ന് ചാടണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വെള്ളത്തിൽ ചാടുന്നതിന് വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ വെള്ളത്തിലൊക്കെ ചാടിയിട്ട് വീണ്ടും തിരിച്ചു വന്നു ഞാൻ. തിരിച്ചു വന്നതിന് ശേഷം അപ്പോഴത്തേനും എൻ്റെ ഫ്രണ്ട്സും മറ്റുള്ളവരെല്ലാം അവരും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഇനി വേണം ഇവിടുന്ന് വേണം നമ്മൾ വീണ്ടും ബോട്ട് കയറി നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡിനുള്ള സമയമാണ്. ഫുഡ് കഴിച്ചിട്ട് വേണം അടുത്തുള്ള പരിപാടിയൊക്കെ ചെയ്യാൻ. വേറെ പ്ലാനുകളൊക്കെ നമ്മുടെ ഗൈഡ് പറയുന്നതിനനുസരിച്ചാണ് നമ്മുടെ അടുത്ത പ്ലാനുകളൊക്കെ ചെയ്യുന്നത്. അപ്പം കുറേ ആൾക്കാർ ക്യൂ നിന്ന് കയറിയതിന് ശേഷം പിന്നെ ഞാൻ പോയത് അവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ അവിടെ പോയി സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുന്ന, കാരണം വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ സെറ്റപ്പുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവിടെ പോയി എനിക്കുള്ള കുറേ സ്നാക്സും ഒക്കെ വാങ്ങിച്ചിട്ട് ഞാൻ വീണ്ടും റൂമിലോട്ട് പോകുന്നതിന് വേണ്ടിയാണ് പോയത്. എന്നിട്ട് വേണം, ഇന്നത്തെ ദിവസമാണ് നമുക്ക് ക്രൂസ് ട്രിപ്പ് ഉള്ളത്. അങ്ങനെ ക്രൂസ് ട്രിപ്പിന് പോകാൻ വേണ്ടി ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങി ഞാൻ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളെല്ലാം അവിടെ പോകുന്നത് ക്രൂസ് ട്രിപ്പിന് വേണ്ടിയാണ്. അതൊരു അടിപൊളി ട്രിപ്പാണെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ക്രൂസ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ 2 നിലയുള്ള ഒരു വലിയ ക്രൂസിൻ്റെ അകത്താണ് നമ്മളെ കൊണ്ടുപോയത് അവർ. അപ്പോൾ നമ്മൾ ബസ്സിലെല്ലാം കയറി ഒരുപാട് ലേറ്റായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ ബസ്സിലൊക്കെ എല്ലാവരും കയറി ഇരിക്കും. ഞാനും എൻ്റെ ബസ്സും വരുന്നതിന് വേണ്ടി ഞാൻ കാത്തു നിന്നു. കാരണം വെച്ചാൽ 2-3 ബസ്സുണ്ടായിരുന്നു. അന്ന് വേറെ സ്ഥലത്തുള്ള ആൾക്കാരും അന്നത്തെ ദിവസം നമ്മുടെ കൂടെ ക്രൂസ് ട്രിപ്പിന് വരാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പം ഈ ടൂർ ആൾക്കാർ അവർ വേറെയുള്ള ടീമുകളെ നമ്മുടെ കൂടെ തന്നെ അറേഞ്ച് ചെയ്താണ് ഈ ക്രൂസ് ട്രിപ്പിൽ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അങ്ങനെ ക്രൂസ് ട്രിപ്പിന് വേണ്ടി ഞങ്ങൾ നേരെ അവിടുന്ന് യാത്ര തിരിച്ചു. ഹോട്ടലിൽ നിന്ന് യാത്ര അപ്പം തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അന്നത്തെ സമയത്ത്. ഇനി അവിടുന്ന് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. പോകുന്ന വഴിക്കല്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചക്ക കച്ചവടം ഉണ്ടായിരുന്നു അവിടെ. ചക്കയുടെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ചക്കയാണ്. ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അതേപോലെ നല്ല പ്രൈസും ആണെന്നാണ് പറയുന്നത് ഈ ചക്കയ്ക്ക്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്കൊക്കെ ഇതേപോലെ എടുത്തു. അങ്ങനെ വീണ്ടും നമ്മൾ ക്രൂസ് ട്രിപ്പിന് പോകാൻ വേണ്ടി രാവിലെ വന്ന കോർലൈനിൽ പോകാൻ വന്ന അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും നമ്മൾ ക്രൂസ് ട്രിപ്പിൽ പോകുന്നതിന് വേണ്ടി രാവിലെ അവിടെ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അങ്ങനെ എല്ലാവരും നൈറ്റ് കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ വീണ്ടും ക്രൂസ് ട്രിപ്പിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് വേണ്ടി എല്ലാവരും പോയി. പോകുന്ന വഴിക്ക് എനിക്ക് വണ്ടി കണ്ടപ്പം ഭയങ്കര ഒരു ക്രേസ്, കാണാൻ കിടിലൊരു വണ്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ ആ വണ്ടിയുടെ വീഡിയോസൊക്കെ ഞാൻ എൻ്റെ ക്യാമറയിൽ പകർത്തി. എന്നിട്ട് വീണ്ടും ദൂരേന്നേ കാണാം നമ്മുടെ ക്രൂയിസ് അവിടെ കിടക്കുന്നത്. ഒരു കിടിലം ക്രൂയിസാണ് അവിടെ. ഫുഡും ഡാൻസും എല്ലാം ഉണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് നമ്മോട് പറഞ്ഞത്. അങ്ങനെ ക്രൂയിസിൽ കയറാൻ വേണ്ടി ഒരു വലിയ നീണ്ട ക്യൂ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ആ ക്രൂയിസ്. ഒരു വലിയ ക്യൂ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷമയോട് കാത്തിരുന്നു ക്രൂയിസിലേക്ക് പോകാൻ. അതെ, ഓൾ സ്റ്റാർ എന്നാണ് നമ്മുടെ ആ ക്രൂയിസിൻ്റെ പേര്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് വെളിയിൽ നിന്ന് കാണാം. അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഈ ഞാൻ പറഞ്ഞതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് ആണെന്ന് തോന്നുന്നു. കുറേ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇവർ ഇങ്ങനെയാണ് ഇവർ കുറേ പൈസയൊക്കെ ഏൺ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ക്രൂസിനുള്ളിലേക്ക് പോയി. അപ്പോൾ 2 നിലയായിട്ടാണ് ഈ ക്രൂയിസ് ഉള്ളത്. താഴത്തെ നിലയിൽ കയറാൻ, മുകളിലത്തെ നിലയിലാണെങ്കിൽ നമുക്ക് വ്യൂ കാണാം. അപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നതിന് വേണ്ടി ആദ്യമേ തന്നെ നമ്മുടെ താഴത്തെ നിലയിൽ പോയിട്ട് ഇത് കണ്ടില്ലേ, ഇതേപോലെ കുറേ സ്ത്രീകളെന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാർ അവർ കുറേ ഡാൻസ് കളിച്ച് ഇങ്ങനെ നിൽക്കും. അപ്പം നമ്മുടെ ടേബിള് അങ്ങ് ലാസ്റ്റായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്നതിന് വേണ്ടി ഞാൻ അവിടെ ഇവിടെയെല്ലാം ചുറ്റി നടന്ന് കുറേ നേരം ക്യാമറ ഒക്കെ എടുത്തതിന് ശേഷം വേണം ഇനി നേരെ വീണ്ടും നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ. അപ്പം എൻ്റെ കൂടെ വന്ന കുറേ ആൾക്കാർ അവർ മുകളിൽ പോയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം എൻജോയ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മുകളിലോട്ട് പോയി. അവിടെ നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. ഞാനത് കാരണം അങ്ങോട്ട് പോയില്ല. ഞാൻ താഴെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേന് ഫുഡിനുള്ള സമയമായി. അപ്പം എല്ലാവരും വരിയായിട്ട് നിന്ന് ഫുഡ് എടുക്കാൻ അവർ നമ്മളോട് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഫുഡ് എടുക്കുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു. ഈ കാണുന്ന പോലാണ് ക്രൂയിസ് ട്രിപ്പിനുള്ളിലുള്ള കാഴ്ചകൾ. വളരെ നല്ല വൈബായിരുന്നു അന്നത്തെ ആ ദിവസത്തെ ആ ട്രിപ്പ്. കുറേ ആൾക്കാർ നല്ലോണം എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. ഞാനും
ഈ കാഴ്ചകളൊക്കെ കാണുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടാമെന്ന് വിചാരിച്ച് ഞാനും ഒരു മൂലയിൽ പോയിട്ട് ഇരുന്നു. കാരണം എന്ന് വെച്ചാൽ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കേണ്ടത് വീഡിയോ എടുക്കാം, അവിടെ ഡ്രിങ്ക്സ് കഴിക്കേണ്ടവർക്ക് ഡ്രിങ്ക്സ് കഴിക്കാം, ഫുഡ് കഴിക്കേണ്ടവർക്ക് ഫുഡ് കഴിക്കാം, എല്ലാം ഉണ്ടായിരുന്നു ആ ദിവസത്തിൻ്റെ അകത്ത്. അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ റിലാക്സ് ചെയ്ത് ഏതാണ്ട് ഒരു മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ പ്രോഗ്രാമായിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ത്രില്ലിലായിരുന്നു. അതായത് ഭയങ്കര ഡാൻസും ഒക്കെ അത് നമ്മുടെ കൂടെ നോർത്ത് ഇന്ത്യൻസ് ആണ് ഡാൻസിന് ചെയ്തത്. അത് കാരണം മലയാളി ഡാൻസ് ചെയ്യാനും എല്ലാം കൂടെ കാഴ്ചകളൊക്കെ കണ്ടാണ് വെറുതെ Let's hoop tonight. Turn up this mother and let me play. I know you like my number. Don't be ashamed. Don't even wonder. It's just a game. We're rocking body, let's go insane. I hit the spotlight all night, ready to go. Give you a hot night, so tight, ready to go. I'm in the spotlight all night, ready to go. Give you a hot night, so tight, ready to go. We can do anything we want, live it up. So live it up, go. And we ain't stopping till we done, live it up. So live it up. ഏതാണ്ട് തീരാറായിട്ട് കുറേ യങ്സ്റ്റേഴ്സ് എന്നിട്ട് ഡാൻസ് കളിക്കുന്നത്. അവരെ ലാസ്റ്റ് നമ്മൾ ഹിന്ദിപ്പാട്ടായിരുന്നു, ഇന്ത്യൻ പാട്ടായിരുന്നു. ഡാൻസ് ഡാൻസ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ക്യാഷ് കൊടുക്കും. കുറേ ആൾക്കാർ ഇതിന് ക്യാഷ് കൊടുക്കും. അവർക്ക് ഡാൻസ് കളിക്കാൻ ഒരു ക്യാഷ് വാങ്ങിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഡാൻസ് ദിവസം രാവിലെ നമ്മളൊരു ബുദ്ധ ടെമ്പിൾ കാണാനാണ് വന്നത്. ബുദ്ധ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ മൊത്തം തടിയും കൊണ്ട് തീർത്ത ഒരു ബുദ്ധ ടെമ്പിൾ. അത് ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു മ്യൂസിയം ആണ് കേട്ടോ. ഇതിന്റെ കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറന്നു പോകരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ.
അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ലവ് യു ഓൾ. ബൈ.